Hello friends, എല്ലാവർക്കും Sonuz Tubeലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ യൂട്യൂബർ ആണ്. നിങ്ങൾ ഫോണിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആണ് കൈമാസ്റ്റർ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കൈമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൈമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണം മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണും ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ കൈമാസ്റ്റർ ഓണാക്കി നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആകാരം. ഇത് ഞങ്ങളിതിന് മുന്നേ എഡിറ്റ് ചെയ്ത് വീഡിയോ ഡ്രാഫ്റ്റായി കിടക്കുകയാണ്. ഇത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നിങ്ങൾ ഈ പ്ലസ് ബട്ടൺമേൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്കിവിടെ 3 റേഷ്യോ കാണാൻ കഴിയും. നമുക്ക് വേണ്ടത് എന്താ പറയുക യൂട്യൂബിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 16:9 ആണ് എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ മീഡിയ പോയാൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോയോ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ അറിയാതെ ഞങ്ങൾ ഒരേ വീഡിയോ 2 വട്ടം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ആ വീഡിയോ എന്താ പറയുക ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. ആ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ മേൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ആ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഞങ്ങൾക്ക് ഇത്രയും ഭാഗം ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ട്രിം ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ ആ വീഡിയോമേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കത്രിക ടൂളിന്മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഭാഗമാണ് ട്രിം ചെയ്യേണ്ടത്. അപ്പോൾ ട്രിം ടു ലെഫ്റ്റിമേൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ അവസാന ഭാഗത്ത് ഇത്ര ആവശ്യമില്ല. അതിനിതുപോലെ തന്നെ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോമേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കത്രിക ടൂളിന്മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രിം ടു റൈറ്റ് ആക്കുക. അപ്പോൾ അത് ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈറ്റും ലെഫ്റ്റും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നടുവത്തൊരു ഭാഗം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ കാട്ടിമാരെ ട്രിം ടു റൈറ്റും ലെഫ്റ്റൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം മൊത്തം ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നടുവത്തൊരു ഇത്തിരി ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ കത്രിക ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താണ്ട് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് വന്നപ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് ആ വീഡിയോമേ ക്ലിക്ക് ചെയ്താണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്താണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നടുവത്ത് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തേതാണ് പാൻ സൂം. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് പൊസിഷൻ അതുപോലെ തന്നെ എൻഡ് പൊസിഷനും കാണാൻ കഴിയും. സ്റ്റാർട്ട് പൊസിഷൻ പറഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ തുടക്ക ഭാഗത്ത് നമുക്ക് എത്ര സൂം ചെയ്യണം അതിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എൻഡ് പൊസിഷൻ പറഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് എത്ര സൂം ചെയ്യണം അതിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ തുടക്ക ഭാഗത്ത് ഞങ്ങൾ ഇത്തിരി സൂം ചെയ്തിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഞങ്ങൾ സൂം ചെയ്തിട്ടില്ല. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ കണ്ട നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ എൻഡ് മുതൽ ഇങ്ങനെ വരികയാണ്. സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ എൻഡ് വരെ ഇങ്ങനെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് തുടക്കവും അവസാനം ഒരേ സൂം ആക്കണമെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ട് ഈക്വൽ ടു കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താണ്ട് ടിക്കുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടേ നമ്മുടെ വീഡിയോൻ്റെ ഒരേ സൂമിൽ തന്നെയാണ് പോകുന്നത് തുടക്കം അവസാനം. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് എഡിറ്റ് ചെയ്തതും അത് സേവ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ടൂൾ ഏതാ നോക്കാം. അപ്പോൾ അടുത്ത ടൂളാണ് വോളിയം ടൂൾ. അപ്പോൾ നമുക്കിവിടെ ശബ്ദം വോളിയം കൂട്ടാനും കുറക്കാനും സാധിക്കും. നമുക്ക് 200 വരെ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ കുറക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ലെഫ്റ്റും റൈറ്റും. നമ്മളിപ്പോൾ ഇയർഫോണിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം സൗണ്ട് കൂട്ടാനും സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മാത്രം സൗണ്ട് കൂട്ടാനും സാധിക്കും. അപ്പോൾ പിച്ച് എന്ന ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. പിച്ച് എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ടിൻ്റെ പിച്ച് കൂട്ടാനും കുറക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടൂൾ ഏതാ നോക്കാം. അടുത്ത ടൂളാണ് സ്പീഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും സാധിക്കും. നമുക്ക് ഇങ്ങനെ നീക്കാൻ നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും സാധിക്കും. മാത്രമല്ല നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാനുണ്ട്. 1x 4x 8x. അപ്പോൾ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ആണെങ്കിൽ സ്ലോ മോഷനിലാക്കാനും പറ്റും. അപ്പോൾ നമുക്കൊന്ന് സ്ലോ മോഷനിലാക്കി നോക്കാം. അതായത് നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് കുറക്കാനും സാധിക്കും. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടേ നമ്മുടെ വീഡിയോ ഒരു സ്ലോ മോഷനിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അടുത്ത ടൂൾ ഏതാ പരിചയപ്പെടാം.
അപ്പോൾ അടുത്ത ടൂളാണ് റിവേഴ്സ്. നമുക്ക് നമ്മുടെ വീഡിയോ റിവേഴ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം പിടിച്ചും. അപ്പോൾ അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് റൊട്ടേറ്റ് ആൻഡ് മിററിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോക്ക് മിററിങ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് കളർ ഫിൽറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് അനുയോജ്യമായ ഫിൽറ്റർ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് കുറക്കാനും സാധിക്കും. മാത്രമല്ല മറ്റ് 2 ഓപ്ഷനും നമുക്കതുപോലെ തന്നെ കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനും സാധിക്കും. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതാണ് വോളിയം എൻവലോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ചില ഭാഗത്ത് ഒന്നുകിൽ ശബ്ദം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ശബ്ദം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ശബ്ദം കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ശബ്ദം കുറക്കാനും സാധിക്കും. അതാണ് ഈ ടൂൾ കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് വോയിസ് ചേഞ്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്മേൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വോയിസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആണിൻ്റെ വോയിസ് പെണ്ണിൻ്റെ വോയിസ് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ കുട്ടികളുടെ വോയിസ് ആക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പല വോയിസും ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതാണ് വിജിനേറ്റ്. ഇത് നമ്മൾ ഓണാക്കണമെങ്കിൽ നമ്മൾ 4 വശത്തും ഒരു ബ്ലാക്ക് കളർ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതാണ് എക്സ്ട്രാക്റ്റ് ഓഡിയോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വോളിയം എൻവലോപ്പ് ചെന്നാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശബ്ദം കുറക്കാനും സാധിക്കും. അതുപോലെ തന്നെ റിവേർബ് ചെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം എക്കോ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അങ്ങനെ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ളതൊക്കെ ഞങ്ങളിതിന് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം ഞങ്ങൾ അറിയാതെ ബാക്ക് അടിച്ച് പോയി. അപ്പം ഞങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോയുടെ ഡ്രാഫ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോക്ക് വേണമെങ്കിൽ നമുക്കിവിടെ പേര് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ അതിന്മേൽ ക്ലിക്ക് ചെയ്താണ്ട് ഞങ്ങളുടെ സോനൂസ് ട്യൂബ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ ഇവിടുന്ന് പ്ലേ ആവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷൻ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രെയിം റേറ്റും മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തേതാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊജക്റ്റ് ഇതുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാം നമുക്ക് 2 പ്രൊജക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാലാമത്തേതാണ് ഡിലീറ്റ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമുക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നടുവത്തെ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അറിയാതെ സ്പ്ലിറ്റ് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്കിവിടെ അണ്ടുവിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്ത കാര്യം അണ്ടു ആവും, അതുപോലെ തന്നെ റീഡും ഉണ്ട്. അപ്പോൾ അടുത്തത് ആ കാണുന്ന ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ക്യാപ്ചർ ആൻഡ് സേവ്. നിങ്ങൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഭാഗം ആ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ചർ ആഡ്സ് ക്ലിപ്പ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ആ ഭാഗം നിങ്ങളുടെ അവസാനം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്യാപ്ചർ ആഡ്സ് എ ലെയർ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ലെയറായി കിട്ടും. നമുക്കത് ഏത് സ്ഥലത്തും വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ലെയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടാകാരം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്കത് സുഖമായി കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ആവുന്നതാണ്. അത് വേണമെങ്കിൽ കഴിയുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി.
അതുപോലെ തന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ പ്ലേ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് വേണ്ട, നിങ്ങൾക്ക് സാധാ ഇൻ്റർഫേസ് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സാധാ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ അവസാനം അതുപോലെ തന്നെ തുടക്കവും നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് ഓഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ ഫയലിലുള്ള എല്ലാ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഓഡിയോ നിങ്ങൾ ആ വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ സെലക്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓഡിയോ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും പിച്ചൊക്കെ നമുക്കിവിടെ നേരത്തെ പോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ട്രിമ്മും സ്പ്ലിറ്റും ചെയ്യാൻ സാധിക്കും. അപ്പോൾ കണ്ടോ ഇവിടെ ഒരു ട്രിമ്മും സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ ആയി ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിമ്മും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് വല്ല ഫോട്ടോ സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ലോഗോ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യണമെങ്കിൽ ലെയർ എടുക്കുക, എന്നിട്ട് മീഡിയ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോട്ടോ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സൈസ് കൂട്ടാനും അതുപോലെ തന്നെ സൈസ് കുറക്കാനും സാധിക്കും. അത് നിങ്ങൾക്ക് ഏത് സൈഡും സ്ഥലത്തും നിങ്ങൾക്ക് അത് വെക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പോലെ ഞങ്ങൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനാണ് ഓപ്ഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ സൈസ് ആക്കാനും പറ്റും, ഹാഫ് സൈസ്, അങ്ങനെ പല 5-6 ഓപ്ഷൻ്റെ ഇവിടെ കാണാൻ കഴിയും. നമുക്കിതിൽ ഏതും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓവറോൾ അനിമേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ഓരോ അനിമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ആവുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ കറങ്ങണതും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്കിതിൽ ഏതും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഇൻ അനിമേഷൻ ആണ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ വരുന്നത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഔട്ട് അനിമേഷൻ ആണ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ അവസാന ഭാഗത്ത് നമുക്ക് എങ്ങനെ പോകണമെന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ ഫോട്ടോ റൈറ്റ് ഭാഗത്തേക്ക് സ്വൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതാണ് ക്രോമാക്കി. ക്രോമാക്കി എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്രോമാക്കിനെ റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബാക്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്രോമാക്കി കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഇവിടെ ക്രോപ്പിംഗ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോട്ടോ നമുക്ക് എത്രയും ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഷേപ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഏത് ഷേപ്പിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആൽഫ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോൻ്റെ ഒപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിങ്ങോട്ട് ടെസ്റ്റ് വേണ്ടത് അത് നിങ്ങൾ ആ ചുമന്ന ലൈൻ നിങ്ങൾ ആ എവിടെ നിങ്ങോട്ട് വേണ്ടത് അവിടെ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ലെയർ എടുത്തിട്ട് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് നിങ്ങളിവിടെ കൊടുക്കുക. ഞങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്നത് വെൽക്കം എന്നാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോണ്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കളറിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏത് കളറിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ബ്ലാക്ക് കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് കളറ്. അതവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കളർ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഞങ്ങൾ നീലയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് കുറക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തും നമുക്കിത് വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫുൾ വിഡ്ത്ത് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എനേബിൾ ആക്കണമെങ്കിൽ നിങ്ങളുടെ ഫുൾ വിഡ്ത്തിൽ ഈ ഒരു ബ്ലൂ കളർ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ലെയർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ എന്തും വരക്കാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ എന്തും എഴുതാൻ സാധിക്കും. അതിൻ്റെ കളർ മാറ്റണം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ്ട് കളർ മാറ്റാനൊക്കെ സാധിക്കും. അപ്പോൾ ഞങ്ങളിവിടെ പച്ച കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടി കുറക്കാനും സാധിക്കും. ആ കാണുന്ന അഞ്ചാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കട്ടി കുറക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് ഇവിടെ എറേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ വോയിസ് ചെയ്യണമെങ്കിൽ ആ വോയിസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ വോയിസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേഷൻ എഫക്റ്റ് കൊടുക്കാൻ നോക്കാം. നിങ്ങൾ ആ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരുപാട് എഫക്റ്റ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതിലേത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെ പുതുപുത്തൻ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും.